ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് പുട്ടും പഴം പുഴുങ്ങിയതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് മഴ നിർത്താതെയുള്ള മഴയാട്ടോ. അപ്പോൾ മുറ്റം അടിക്കാൻ പോലും പറ്റണില്ല. 2-3 ദിവസമായി മുറ്റമൊക്കെ അടിച്ചിട്ട് തന്നെ. അപ്പോൾ തന്നെ മുറ്റാകെ വൃത്തികേടായിട്ടുണ്ട്. പിന്നെ പോരാത്തതിനാണെങ്കിൽ ഞാനിവിടെ കുറേ ഓർക്കിഡുകൾ നട്ടിട്ടുണ്ടായിട്ട് അന്ന് വേനൽക്കാലത്താണ് ചെയ്തത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ നല്ല നീറ്റായിട്ടിരുന്ന് എല്ലാ ഓർക്കിഡുകളും പിടിച്ച് പൂവൊക്കെ ഇട്ടതായിരുന്നു കേട്ടോ. പക്ഷേ നല്ല വേനൽ വന്നതോടുകൂടി ഈ കോഴികൾ ഇതിൻ്റെ എല്ലാം ഇങ്ങനെ കൊത്തി കൊത്തി തിന്ന് അതെല്ലാം അവർ നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കിതാണെങ്കിൽ മുകളിൽ കൊണ്ടുപോയി വയ്ക്കാനും പറ്റില്ല. നല്ല ചൂടും വെയിലാവുമ്പോൾ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോവും. എപ്പോഴെപ്പോഴും നനയ്ക്കാനായിട്ട് 2 നേരം 3 നേരമൊക്കെ നനയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് മുകളിലേക്ക് എപ്പോഴും പോയി നനയ്ക്കാനും പറ്റാത്തതുകൊണ്ട് ഞാൻ താഴെ തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ അത് കോഴികളതങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ അതെല്ലാം അവിടുന്ന് മാറ്റാം. ഈ മുറ്റം ക്ലീൻ ചെയ്തിട്ട് ആ ഓർക്കിഡിൻ്റെ പ്ലാന്റ്സ് എല്ലാം മാറ്റിയിട്ട് വേറെ പുതിയ പ്ലാന്റ്സ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഈ ഓർക്കിഡിൻ്റെ അകത്താണെങ്കിൽ അതിൻ്റെ കിഴങ്ങുകൾ കിടപ്പുണ്ട്. ചിലപ്പോൾ അത് നമുക്ക് നന്നായി കിട്ടാനും വഴിയുണ്ട്. അപ്പോൾ എന്തായാലും അത് മുകളിൽ കൊണ്ടുപോയി വയ്ക്കാം. ഇനി അത് പിടിച്ച് കിട്ടുകയാണെങ്കിൽ താഴേക്ക് ഇറക്കി കൊണ്ടുവരാം. എന്തായാലും ഇങ്ങനെ വൃത്തികേടായിട്ട് ഇരിക്കണ കാണണ്ടല്ലോ. വേറെ ഇപ്പോൾ നല്ല ഭംഗിയുള്ള ചെടികൾ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോയി വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാനതെല്ലാം മാറ്റും കേട്ടോ. നമ്മൾ ഈ ചെടികൾ നടുമ്പോൾ ഇതിപ്പോൾ നമ്മളെപ്പോഴും ഇതിൻ്റെ പുറകെ തന്നെ കൈയും കാലൊക്കെ ചെല്ലണം കേട്ടോ. എന്നെങ്കിൽ തന്നെയാണ് അത് നന്നായിട്ട് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ചെടി നടണത് കൊണ്ട് നമ്മൾ നല്ല ഭംഗി കാണാനും കണ്ണുകൾക്ക് ഒരു കുളിർമ കിട്ടാനൊക്കെ നടണത് പിന്നെ അതാകെ വൃത്തികേടായിട്ട് മാറും കേട്ടോ. നമ്മളിത് നടേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോവും. അതേ രൂപത്തിലാവും. അപ്പോൾ ആ കാഴ്ച കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അത് മുകളിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ അവിടെ എല്ലാം അടിച്ച് ക്ലീനാക്കി എടുത്തിട്ട് പിന്നെ അവിടെ കുമ്മായം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഴ തന്നെയാണ്, എന്നാലും കുമ്മായം ഇട്ടിട്ട് ചെടിച്ചട്ടി വെച്ചില്ലെങ്കിൽ ഈ ചെടിച്ചട്ടിയുടെ അടിയിലും ഈ കല്ലിൻ്റെ ഇടയിലും ഒക്കെ ഒച്ചിൻ്റെ നമുക്ക് കാണാൻ പറ്റാണ്ട് കുഞ്ഞു കുഞ്ഞു മുട്ടകൾ ഉണ്ടാവും. അതങ്ങനെ വലുതായി ഈ ചെടിച്ചട്ടി വയ്ക്കുമ്പോൾ അവർക്ക് ഈർപ്പം കിട്ടിയിട്ട് അതിനകത്ത് ഇടയിൽ ഇരുന്നിട്ട് അവർ വലുതാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ മഴയായാലും വെയിലായാലും ഒക്കെ പുതിയ ചെടികൾ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ കുമ്മായം ഇട്ടിട്ട് തന്നെ വയ്ക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒച്ചിന് കുറേ കുറവുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് കുമ്മായമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഞാൻ പോയി നോക്കിയിട്ട് കുറച്ച് ചെടികൾ ഉണ്ട് നന്നായിട്ട് നിൽക്കണേ. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരു ഓർക്കിഡ് പോയിട്ടുണ്ടായില്ല, അതിന് മുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതവിടെ തന്നെ വെച്ചു. പിന്നെ അപ്പുറത്തെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് കുറച്ച് ചെടികൾ ഉണ്ടായി. അപ്പോൾ അതും ഞാനിവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോളിയസ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ച അതേ കോളിയസ് തന്നെയാണ്. അതിനകത്ത് നിറയെ പൂക്കളും ഉണ്ടായിട്ടുണ്ട്. ഇനി അതിൻ്റെ അരിയൊക്കെ ചാടി മണ്ണിൽ മുളയ്ക്കുകയാണെങ്കിൽ പുതിയ തൈകളും കിട്ടും. അങ്ങനെയൊക്കെ വിചാരിച്ച് കൊണ്ടുപോയി വയ്ക്കണേ കേട്ടോ. പിന്നെ ഈ ചെടിയുണ്ട് നമ്മുടെ ബോൾസം. ഇതിൻ്റെ റെഡ് കളർ ഉണ്ടായതായിട്ട് ഇവിടെ അതൊക്കെ പോയി. ഇതിപ്പോൾ ഒരു മജന്ത കളറാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കണ കാലം മുതൽ നമുക്ക് കാശിത്തുമ്പ, ചിറ്റാട എന്നൊക്കെ പേരിൽ ഇതിങ്ങനെ കട്ടയായിട്ട് പൂണ്ടാവണേനെ ചിറ്റാടേന്നും ഒറ്റ ഇതളായിട്ട് പൂണ്ടാവണേനെ കാശിത്തുമ്പ കേട്ടോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ ഇതിന് ബോൾസം എന്നൊക്കെയാണ് പറയണത്. എന്തായാലും നല്ല ഭംഗിയാണത് കാണാൻ. അപ്പോൾ അതും ഒരെണ്ണമുണ്ട്, അതും അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഏരിയയിൽ നിന്ന് പഴയത് മാറ്റിയിട്ട് എല്ലാം പുതിയത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ മഴ ഇങ്ങനെ പെയ്യണോ വേണ്ടോ എന്ന് വിചാരിച്ചിട്ട് നല്ല കറുത്തിരുണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ വെള്ളം താഴേക്ക് വീണിട്ടില്ല. ഏത് നിമിഷവും മഴ പെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ വെച്ച് അവിടെ കുറച്ച് നേരം നോക്കി നിന്നു. മഴ പെയ്യുകയാണെങ്കിൽ പെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പോന്നിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീനാണെങ്കിലും വാങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ടായി. അപ്പോൾ മീൻ സിലോപ്പി എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്യണേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ ദിവസമല്ല 2-3 ദിവസം ഞാനിങ്ങനെ മുകളിൽ പോകുമ്പോൾ നമുക്ക് കുറേശ്ശെ കോവയ്ക്ക് കിട്ടണത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിട്ട്. അപ്പോൾ അത് എല്ലാം കൂടി എടുത്തപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കോവയ്ക്കായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തിട്ട് അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഇട്ട് തോരനാക്കാതെ ഉള്ളിയും മുളകൊക്കെ മൂപ്പിച്ചിട്ട് മെഴുക്ക് വരട്ടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ മീൻ കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും പേടിയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ റേഡിയോയിൽ ഇങ്ങനെ 2 സയൻറ്റിസ്റ്റിനെ വെച്ചിട്ട് റേഡിയോയിൽ ഇങ്ങനെ അഭിമുഖം പറയണ്ടായിട്ട്. അപ്പോൾ അതിൽ കേട്ടു കടലിൽ നിന്നൊക്കെ ഉള്ള രാസമാലിന്യങ്ങളുടെ ഇതും ആ വെള്ളവും അതൊക്കെ അവർ പരിശോധിച്ചിട്ട് അതിനകത്ത് നമുക്ക് ഈ മീനുകൾ കഴിക്കുമ്പോൾ ഈ മീനുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ഈ മത്തി
അയല, ചാള ആ മീനുകളൊക്കെ ഉണ്ടല്ലോ, അവർ ഈ അവരുടെ ബോഡിയിലേക്ക് ആവശ്യത്തിനുള്ളത് അവരുടെ ബോഡിക്ക് താങ്ങാൻ പറ്റാത്ത സംഗതികൾ ബോഡിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് പുറന്തള്ളാനുള്ള കഴിവുണ്ട് അത്രേ. അപ്പോൾ അങ്ങനെയുള്ള മീനുകൾ കഴിക്കണോണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഈ ചെമ്മീൻ, കക്കയ്ക്കൊക്കെ മണ്ണിനടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കണതാണല്ലോ, അപ്പോൾ അവർക്ക് ഈ ചാള, അയില അങ്ങനെയുള്ള മീനുകളുടെ അത്രയും ഇത് പുറന്തള്ളാനുള്ള കഴിവില്ല. അപ്പോൾ ഈ കക്ക പോലെയുള്ള സംഗതികൾ അല്ലെങ്കിൽ മണ്ണിനടിയിൽ ഉണ്ടാവുന്ന ടൈപ്പ് മീനുകൾ കഴിക്കണതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഈ ചാള, അയില അങ്ങനെയൊക്കെ ഉള്ള മത്സ്യങ്ങൾ കഴിക്കണതിന് ഒരു കുഴപ്പമില്ല എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ കേട്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. ഒരുപാട് പേർക്ക് അതിങ്ങനെ പേടിയുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്. അങ്ങനെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് വൈകുന്നേരം കേട്ടോ. അപ്പോൾ കപ്പ വറുത്തത് വാങ്ങിയിട്ട് വന്നതാണ്. പിന്നെ കട്ടൻ ചായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്യണമുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.